ദിവസം കഴിയുമ്പോഴും ഓരോ തരത്തിലുള്ള വിവാദങ്ങളാണ് ശബരിമലയെ തേടിയെത്തുന്നത്. ഇപ്പോൾ സ്വർണ്ണ കവർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ശക്തി പ്രാപിക്കുന്നത്. ശക്തി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. കോൺഗ്രസും CPIM-ഉം CPI-യും ഒക്കെ ഇതിൽ പങ്കാളികളായി ചർച്ച കൊഴുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കടുപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. പഴയ കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനം, അതായത് അയ്യപ്പൻ്റെ വാഹനം, തന്ത്രിക്ക് കൈമാറിയതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം. അതിൽ രണ്ട് പക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. 2012 അന്നത്തെ ദേവസ്വം ബോർഡ്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ പുതിയ ഉത്തരവിൽ യാതൊരു കാരണവശാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അറ്റകുറ്റപ്പണിക്കോ മറ്റു കാര്യങ്ങൾക്കോ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്നും അത് പൊതുവകയാണെന്നും പൂർവികമായ മറ്റു ഒരു അധികാരമോ അവകാശമോ ആ വസ്തുവിൻ്റെ പേരിൽ ഇല്ല എന്നും ഒരു ഉത്തരവിറക്കിയതായി പറയപ്പെടുന്നു 2012 ദേവസ്വം ബോർഡ്. ആ ഉത്തരവിൻ്റെ മറവിലാണ് പുതിയ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. പുതിയ കൊടിമരം 2017 സമർപ്പിക്കുന്ന സമയത്തുണ്ടായ വിഷയങ്ങളാണ് വലിയ ചർച്ചകളായി മാറപ്പെടുന്നത്. പുതിയ കൊടിമരം സമർപ്പിച്ച സമയത്ത് പഴയ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രിക്ക് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹവും കൈമാറിയ ചിത്രങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയായി ഇപ്പോൾ മാറുകയാണ്. ഈ ചർച്ചകൾക്ക് പിന്നിൽ അല്പം രാഷ്ട്രീയം കൂടി കടന്നു വരുമ്പോഴേക്കും വല്ലാതെ കടുക്കുകയാണ് ചർച്ചകൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇതിനകത്തെ രാഷ്ട്രീയ ചർച്ചകൾ ശക്തിപ്പെടുന്നു എന്നുള്ളത്. ഇവിടെ കൊടിമരമോ അല്ലെങ്കിൽ കൊടിമരത്തിലെ സ്വർണ്ണമോ കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണ്ണത്തിൻ്റെ അളവോ അതിനും അപ്പുറത്തേക്ക് തന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദം എത്തുന്നത് വാജിവാഹനം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ വാജിവാഹനം കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചർച്ചയാവുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘവും തയ്യാറെടുക്കുന്നു. അതായത് 2017 പുതിയ കൊടിമരം സ്ഥാപിച്ച നാൾ മുതൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ കൃത്രിമമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവഴി നടന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താനാണ് പുതിയ അന്വേഷണം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യും, തന്ത്രിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും, ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അങ്ങനെ ഈ കൊടിമരത്തിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടോ, എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ എന്നുള്ള കണ്ടെത്തലിനുള്ള ശ്രമം തുടരും. പക്ഷേ ഇവിടെ ഈ വിഷയങ്ങളൊക്കെ നല്ലതാണ്. കളവ് പോയ വസ്തുക്കൾ കണ്ടെത്തണം, ആര് മോഷ്ടിച്ചാലും അവർ ശിക്ഷിക്കപ്പെടണം, കള്ളന്മാരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പക്ഷേ അതിൻ്റെ പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ വരുമ്പോഴാണ് വിശ്വാസികൾ വല്ലാതെ വെറുക്കപ്പെടുന്നത്. ഇവിടെയും അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് സംശയം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായിരുന്നത് സ്വർണ്ണപ്പാളി വിവാദമായിരുന്നു. അതിൻ്റെ പേരിലുണ്ടായ പാട്ടും ഒപ്പം തന്നെ CPIM-നെ വല്ലാത്ത വിഷമവൃത്തത്തിലാക്കുകയും ചെയ്തു. ഇപ്പോഴാകട്ടെ പുതിയ തരത്തിലെ വിവാദമാണ്. അത് വാജിവാഹനത്തെ ചുറ്റിപ്പറ്റിയാണ്. കോൺഗ്രസിൻ്റെ അന്നത്തെ നേതാവായ അജയ് തറയിലും ഇപ്പോഴത്തെ നേതാവും അന്നത്തെ നേതാവ് അജയ് തറയിലും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ ചുറ്റിപ്പറ്റിയാണ് വിഷയങ്ങൾ. അനുമതിയില്ലാതെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ചില വിശദീകരണങ്ങളുമായി മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. കല്ലാണെങ്കിൽ ഒഴുക്കിക്കളയണം, മരമാണെങ്കിൽ കത്തിക്കണം, ലോഹമാണെങ്കിൽ അതിൻ്റെ അവകാശി തന്ത്രിയാണ്, അയാൾ പിതൃസ്ഥാനീയനാണ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, വ്യവസ്ഥകൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ആ വ്യവസ്ഥകൾ ഇവിടെ മാറ്റപ്പെട്ടിരിക്കുന്നു 2012 മറ്റൊരു വിഭാഗം വാദിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിനപ്പുറമുള്ള വാദപ്രതിവാദങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ശബരിമലയെ ചുറ്റിപ്പറ്റി. ഇപ്പോൾ സ്വർണ്ണ കൊടിമരത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കാര്യം വ്യക്തമായി അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, പുതിയ സ്വർണ്ണ കൊടിമര സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ മേൽനോട്ടം ഹൈക്കോടതിക്കുണ്ടായിരുന്നു. ഒപ്പം ഹൈക്കോടതിയുടെ നിരീക്ഷകനും അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്വകാര്യ സ്ഥാപനമാണ് സ്വർണ്ണ കൊടിമരം പണിത് സമർപ്പിച്ചതെന്നും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ പിന്നീട് വന്നത് പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന ശില്പങ്ങളെക്കുറിച്ചും അതിൻ്റെ താഴെ ഭാഗത്തുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളെക്കുറിച്ചൊക്കെയാണ്. ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോഴും ശബരിമലയിൽ തന്നെ ഉണ്ടെന്നാണ് പഴയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികൾ പറയുന്നത്. എന്തായാലും രണ്ടാം ഘട്ടം, അതായത് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ടം ശക്തി പ്രാപിക്കുകയാണ്. ഇതിൽ ആരൊക്കെയായിരിക്കും കുറ്റക്കാർ, എങ്ങനെയൊക്കെ ആയിരിക്കും കേസുകൾ, എവിടേക്കൊക്കെ ആയിരിക്കും കേസുകൾ പോവുക? എന്തായാലും രാഷ്ട്രീയ ചർച്ച വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ചും
കോൺഗ്രസിന് നേരെ ഈ കാര്യങ്ങൾ തിരിഞ്ഞപ്പോൾ UDF വെട്ടിലായി എന്നുള്ള പ്രചരണവും ശക്തി പ്രാപിക്കുന്നു. അതേസമയം UDF നേതാക്കൾ പറയുന്നത് ഏതു തരത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞത്, തന്ത്രിയും മന്ത്രിയുമല്ല പ്രശ്നം, ഇവിടെ നടന്ന സ്വർണ്ണക്കൊള്ള ആര് നടത്തിയാലും അവരെ കണ്ടെത്തണം, ഇത് മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞ് വയ്ക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവാകട്ടെ പറയുന്നത് 50 വർഷം മുമ്പുള്ള ശബരിമലയുടെ കാര്യങ്ങൾ പോലും അന്വേഷിക്കണമെന്നാണ്. അപ്പോൾ കോൺഗ്രസ് അന്വേഷണത്തെ എതിർക്കുന്നില്ല, CPIM അന്വേഷണത്തിന് തയ്യാറാകുന്നു. അപ്പോൾ വരും ദിവസങ്ങൾ ശക്തമായ അന്വേഷണങ്ങളായി മാറപ്പെടാം. ശബരിമല ഇനി അന്വേഷണങ്ങളിലേക്ക് എത്തപ്പെടുന്നു, അല്ലെങ്കിൽ ശബരിമലയിലെ ഓരോ വിവാദങ്ങളും അന്വേഷണത്തിൻ്റെ മുന്നിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിവാദങ്ങൾ ഓരോന്നായി മലകയറുമ്പോൾ വിശ്വാസികൾ വല്ലാതെ വിഷമവൃത്തത്തിലാവുകയാണ്. ഇനിയും വലിയ ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങുകൾ പലതും ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട തന്ത്രി അറസ്റ്റിലായി, റിമാൻഡിലാണ്, ജയിലിലുമാണ്. ചർച്ചകൾ അത്തരത്തിൽ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും ഉണ്ടാകാം. രാഷ്ട്രീയ ചർച്ചകൾ ഓരോ ദിവസവും ഓരോ തരത്തിൽ വരെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കാം. പക്ഷേ ഒരു കാര്യം, സമഗ്രമായ ഒരു അന്വേഷണം ഇനി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ വേണം. ഈ തീർത്ഥാടന കാലത്ത് നെയ്യിൽ പോലും മോഷണം നടന്നിരിക്കുന്നു. 35 ലക്ഷം രൂപയ്ക്ക് ഉള്ള നെയ്യ് മോഷണം പോയി എന്നാണ് പുതിയ കണ്ടെത്തൽ. അപ്പോൾ ശബരിമല കള്ളന്മാരുടെ ഒരു താവളമായി മാറിയിരിക്കുകയാണോ? മോഷ്ടാക്കൾക്ക് സ്വൈരവികാരം നടത്താനുള്ള മേഖലയായി ഇപ്പോൾ ശബരിമല മാറുകയാണോ? എന്തായാലും കള്ളന്മാരെ പിടിക്കണം, ശബരിമലയിൽ മോഷണം നടത്തിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതുതന്നെയാണ് വിശ്വാസികളുടെ ആവശ്യവും.